കേരളത്തിലെ 1666 വില്ലേജുകളിൽ ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ച 200 വില്ലേജുകളിൽ പകുതി പോലും ഇപ്പോഴും സർവേ പൂർത്തീകരിച്ച് റവന്യൂ ഭരണത്തിന് കൈമാറാൻ സാധിച്ചില്ല സർ. മാത്രമല്ല, ഭൂവുടമകളുടെ റെക്കോർഡുകൾ പരിശോധിക്കുവാനോ പരാതികൾ പരിഹരിച്ച് കുറ്റമറ്റ രീതിയിൽ സർവേ മാപ്പ് തയ്യാറാക്കുവാനോ ആവശ്യമായ സമയം അനുവദിക്കുന്നതിന് പകരം സർവേയർമാർക്ക് വില്ലേജുകൾ വീതം വെച്ച് ഒരു ദിവസം ഇത്ര ഹെക്ടർ ചെയ്യണം എന്ന് ടാർഗറ്റ് നൽകുകയാണ് സർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുമൂലം സർവേയുടെ ഗുണനിലവാരം കുറയാണ് സർ. അപ്പോൾ ഡിജിറ്റൽ സർവേയുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ എന്തെല്ലാം നടപടികളാണ് സർക്കാർ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്? സാർ, വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യത്തിന് ഉത്തരമാണ് പറയുന്നത്. ഞാനത് പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത് കൊണ്ട് അത് ഈ സഭയെ അറിയിക്കുകയാണ്. സാർ, ഡിജിറ്റൽ റീസർവേ 1966 ആരംഭിച്ച റീസർവേ നടപടികൾക്ക് പുതിയ മുഖം തീർത്തുകൊണ്ടാണ് ഈ ഗവൺമെൻറ് റീസർവേ നടപടികൾ ആരംഭിക്കുന്നത്. 2022 നവംബർ 1 ഔപചാരികമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആ പരിപാടി ഉദ്ഘാടനം ചെയ്തെങ്കിലും സാർ അതിനുശേഷം നടത്തി തീർക്കേണ്ട ഒരുപാട് പ്രവർത്തനങ്ങളുണ്ടായിരുന്നു. കോർസിൻ്റെ സ്റ്റേഷൻ രൂപീകരിക്കൽ, IT-യുടെ സൊല്യൂഷൻ, ബോധവൽക്കരണ പരിപാടികൾ, സ്റ്റാഫിനെ കൊണ്ടുവരൽ, ജീവനക്കാരുടെ പരിശീലനം, ഡിജിറ്റൽ സർവേക്ക് ആവശ്യമായിട്ടുള്ള നിയമ ഭേദഗതികൾ, SOP ഇങ്ങനെ തുടങ്ങി RTK/RTS മിഷൻ എത്തിക്കുക എന്നതുൾപ്പെടെയുള്ള ദീർഘകാലത്തെ പരിപാടികൾ അതുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടിയിരുന്നായിരുന്നു. സാർ, 2023 ഓഗസ്റ്റ് 2 കൂടിയാണ് പൂർണ്ണമായ പ്രൊക്യൂർമെൻറ്റും ഈ നടപടികളും ചേർന്ന് പൂർണ്ണമായ വിധത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞത്. സാർ, 2022 നവംബർ 1 മുതൽ 2023 ആഗസ്റ്റ് 2 വരെ 1,24,000 ഹെക്ടർ ഭൂമി കേരളം അളന്നു. സാർ, 2023 ആഗസ്റ്റ് 2 മുതൽ ഇന്ന് വരെയുള്ള കണക്കെടുത്താൽ 2,77,591 ഹെക്ടർ ഭൂമിയും കേരളം അളന്നു കഴിഞ്ഞു. സാർ, ഇത് രണ്ടും കൂടി കൂട്ടിയാൽ കേവലം 1.5 വർഷക്കാലം കൊണ്ട് 4 ലക്ഷം ഹെക്ടർ ഭൂമി കേരളത്തിൽ അളന്ന് കൃത്യതയോടെ തിട്ടപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഗവൺമെൻറ് നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മെച്ചം. സാർ, ടോട്ടൽ സ്റ്റേഷൻ ആരംഭിക്കുന്നത് 1996 ഇത്രയും കാലം കൊണ്ട് കേവലം 95,000 ഹെക്ടർ ഭൂമി മാത്രമേ നമുക്ക് അളക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഈ പദ്ധതിയുടെ ഭാഗമായി 4 ലക്ഷം ഹെക്ടർ ഭൂമി അളന്നു തീർത്തു എന്ന് മാത്രമല്ല, ഇന്നീ മറുപടി പറയുമ്പോൾ 197 വില്ലേജുകളിൽ സർവേസ് ആൻഡ് ബൗണ്ടറീസ് ആക്ട് പ്രകാരമുള്ള 9(2) പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞു. സാർ, ഏറെ സന്തോഷത്തോടെ ഒരു കാര്യം പറയട്ടെ, വിദ്യാഭ്യാസ, ആരോഗ്യ, ഭൂപരിഷ്കരണ മേഖലയിൽ കേരളത്തിൻ്റെ നേട്ടം പോലെ കേരളവിധ സർവേ രംഗത്തും ഒരു പുതിയ കേരള മോഡൽ ഉണ്ടാക്കിയിരിക്കുന്നു. ഇന്ത്യയിൽ ആസാം, ആന്ധ്രാപ്രദേശ്, പോണ്ടിച്ചേരി, തമിഴ്നാട് ഈ 4 സംസ്ഥാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ആശയവിനിമയം നടത്തിയെന്ന് മാത്രമല്ല, ആസാമിലെ ഗവൺമെൻറ് കേരള മോഡൽ അവിടെ പരീക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ രാജ്യത്ത് മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റിന് കൊടുത്ത കത്ത് പ്രകാരം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലാൻഡ് റിസോഴ്സ് ഒരു കത്ത് ഇപ്പോൾ കേരളത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് അയച്ചിരിക്കുകയാണ്. ആ കത്ത് ആസാമിന് കേരള മോഡൽ അവതരിപ്പിക്കാൻ അനുവാദം കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ്. സാർ, ആ വരി മാത്രം ഞാൻ വായിക്കാം. ഇറ്റ് ഈസ് ദെയർഫോർ റിക്വസ്റ്റഡ് ടു പ്രൊവൈഡ് the software and technology service of Endabhoomi portal and e-maps of your state to Government of Assam for customization and maintenance. Necessary technical assistance be provided by NIC Kerala team to NIC Assam team 2. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം രാജ്യത്തെ ഗവൺമെൻറ് കേന്ദ്രം പോലും കേരളത്തിൻ്റെ ഈ നടപടി അംഗീകരിച്ചു. സാർ, ഏറ്റവും ചുരുങ്ങിയ ALC ഉള്ള നമ്മുടെ ഈ സർവേ നടപടികൾ 200 വില്ലേജിൽ 4 ലക്ഷം ഹെക്ടർ പൂർത്തിയാക്കിയപ്പോൾ കേരളത്തിൽ ആകെയുള്ള എല്ലാവരും പരാതി കേവലം 4,558 മാത്രമാണ്. അതായത് ആകെയുള്ള പാഴ്സലുകളുടെ 0.2%. അത് ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവരും നൽകിയ പിന്തുണയുടെ അടിസ്ഥാനത്തിലാണ്. അങ്ങൊരു പേടിയും ഉണ്ടാകേണ്ട. കേരളത്തിൽ ആകെയുള്ളത് 38 ലക്ഷം ഹെക്ടർ ഭൂമിയാണ്. വനം കഴിച്ചാൽ 28 ലക്ഷമാണ്. അതിൽ 4 ലക്ഷം നമ്മളിപ്പോൾ റീസർവേ ചെയ്തു കഴിഞ്ഞു. ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ ആ നടപടികൾ പൂർത്തീകരിക്കാൻ കഴിയും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ, ഡിജിറ്റൽ സർവേ വരുന്നതോടുകൂടി ഡ്രാഫ്റ്റ്സ്മാൻ, സർവേയർ എന്നീ 2 തസ്തികകൾ വേണ്ട എന്ന നിലപാടാണിപ്പോൾ സർക്കാരിനുള്ളത്. മലപ്പുറം ജില്ലയിൽ മാത്രം 10ഉം വയനാട് ജില്ലയിൽ 8ഉം ഡ്രാഫ്റ്റ്സ്മാൻ തസ്തികകൾ ഇല്ലാതാക്കി സർവേ തസ്തികയാക്കി കൺവേർട്ട് ചെയ്തു. സർ, സർവേ തുടങ്ങുമ്പോൾ പ്രാരംഭ ജോലികളായ റെക്കോർഡ് കളക്ഷൻ, ബ്ലോക്ക് മാപ്പ് തയ്യാറാക്കൽ എന്നിവ ഡ്രാഫ്റ്റ്സ്മാനാണ് സർ ചെയ്യേണ്ടത്. ഇപ്പോൾ ക്ലാർക്കിൻ്റെയും അതുപോലെ ഈ ഡ്രാഫ്റ്റ്സ്മാൻ്റെയും ഒക്കെ ജോലി ചെയ്യേണ്ടി വരുന്നത് സർവേയർമാരാണ്. അപ്പോൾ ഇത് കാരണം സർവേയർമാർക്ക് ഫീൽഡ് ജോലികൾ ഭംഗിയായി നിർവഹിക്കാൻ സാധ്യമാകാത്ത സ്ഥിതിയാണ് സർ നിലനിൽക്കുന്നത്. അതുകൊണ്ട് സംസ്ഥാനത്ത് ആവശ്യമായ സർവേയർമാരെ നിയമിക്കുവാനും മലപ്പുറം, വയനാട് ജില്ലകളിലെ കൺവേർട്ട് ചെയ്ത 18 ഡ്രാഫ്റ്റ്സ്മാൻ തസ്തികകൾ പുനഃസ്ഥാപിക്കുവാനും നടപടി സ്വീകരിക്കുമോ എന്നാണ് സർ എൻ്റെ ചോദ്യം. ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ നേരത്തെ ഉണ്ടായിരുന്ന സിസ്റ്റത്തിൽ നിന്ന് ഡിജിറ്റൽ റീസർവേ വന്നതോടുകൂടി ചില മാറ്റം ഉണ്ടായി.
അതുകൊണ്ട് തന്നെ സർവേ ഡ്രാഫ്റ്റ്മാൻ തസ്തികകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു തരത്തിലും ഡ്രാഫ്റ്റ്മാൻ വിഷയം പഠിച്ച ആളുകൾക്ക് ഏതെങ്കിലും വിധത്തിൽ ജോലി നഷ്ടപ്പെടാതെ അതിനെ ഏകീകരിക്കാനും അവരുമായി കൂടി ചർച്ച ചെയ്തും അവരെ വിശ്വാസത്തിലെടുത്തും ആ നടപടികൾ തുടരാനുമാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങ് പറഞ്ഞ മറ്റു കാര്യങ്ങളെല്ലാം പരിശോധിക്കും.